പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ യേശു രണ്ടാമത് വരുന്നതിൻ്റെ ലക്ഷ്യം നമ്മെ കൂട്ടിക്കൊണ്ട് പോകുവാനാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലെ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. ശിഷ്യന്മാർ അസ്വസ്ഥരാകാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞ വചനങ്ങളാണ് ഇവ. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനുള്ളതാണ്. അപ്പോൾ യേശു വരുമ്പോൾ യേശുവിനോടൊപ്പം പോകുവാനുള്ള യോഗ്യത നാം ഈ ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ആത്മശോധന ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നാം ലോകം മുഴുവൻ നേടാനായിട്ട് ഓടി നടക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നശിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഓട്ടം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ലോകമോഹങ്ങളിൽ നാം മുഴുകി ജീവിക്കുമ്പോൾ നാം പലപ്പോഴും ആത്മാവിൻ്റെ കാര്യം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 26 തിരുവചന ഇപ്രകാരമാണ് പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? നാം എല്ലാവരും ഭൗതിക നേട്ടങ്ങൾക്കായി പരക്കം പായുന്നു. സമ്പത്തുണ്ടാക്കുവാനും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനും ലോകത്തിൻ്റെ കയ്യടിയും അംഗീകാരവും നേടിയെടുക്കാനായിട്ടാണ് നാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെപ്പറ്റി ചിന്തിക്കുവാനോ ആത്മാവിനെ രക്ഷിക്കുവാനോ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം ബാക്കിയുള്ള നമുക്ക് ലഭിക്കും എന്ന്. പക്ഷേ നാം വചനങ്ങളിൽ ആഴത്തിൽ വിശ്വസിക്കുന്നില്ല, അത് പ്രാവർത്തികമാക്കുന്നുമില്ല. നശ്വരമായ അപ്പത്തിന് വേണ്ടി നാം അധ്വാനിക്കുകയാണ്. ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 27 യേശു നമ്മോട് പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ആത്മാക്കളെ വിശുദ്ധിയിൽ നാം സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ പ്രതികാര ചിന്തയോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ നാം അശുദ്ധിയിലാണ്. ആ അശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. നാം നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 4 അധ്യായം 5 ഇപ്രകാരമാണ് പറയുന്നത്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ആത്മരക്ഷയാണ് നാം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, എപ്രകാരം ജീവിച്ചു എന്നതാണ് ദൈവം പരിഗണിക്കുന്നത്. വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.